ഹേ സോ വാട്ട്സ്ആപ്പ് ഗൈസ്, ഹൗ ഡു വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ മച്ചാമാരെ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ആയിട്ടാണ് മച്ചാമാരെ. ഇന്നത്തെ എപ്പിസോഡ് ഇച്ചിരി മിത്ത് ബസ്റ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക ആൻഡ് വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് എൻ്റെ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് ഓട്ടിച്ചാരെ ആൻഡ് കമൻറ്റ് ഇടാൻ മറക്കരുത് മച്ചാമാരെ. നമ്മൾ വെറും ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D മാത്രമല്ല കളിക്കുന്നത്. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. സോ ഞാൻ കുറേ ഗെയിംസും കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഗെയിംസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ 100-110% എല്ലാ കമൻസിനും റിപ്ലൈ വരുന്നതായിരിക്കും മച്ചമാരെ. ആൻഡ് നിങ്ങൾ പറയുന്ന ഓരോരോ ഗെയിമും ഞാൻ കളിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോ ഇട്ട് കടക്കാം. സോ ഓക്കെ ഗൈസ്, നമ്മുടെ ലിസ്റ്റിലത്തെ ആദ്യത്തെ മിത്ത് എന്ന് പറയുന്നത് നമ്മുടെ RPG ഗൺ എടുത്തിട്ട് മരത്തിൻ്റെ മേലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ മരത്തിൻ്റെ ഇലകൾക്കും കാലിലൊക്കെ തന്നെ തീ പിടിക്കുകയെന്ന് ഗൈസ് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അപ്പോൾ ഗൈസ് വിടാൻ പോവാണ്. 3, 2, 1 ഗോ. what the hell ബ്രോ, ഒന്നും ആവുന്നില്ല ബ്രോ. ആകാശത്ത് പോയി പൊട്ടിത്തെറിക്കുന്നുള്ളൂ, മരത്തിനൊന്നും തീ പിടിക്കുന്നില്ല. അതെ, അപ്പം മിത്ത് ഈസ് ബസ്റ്റഡ് ആണ് മച്ചമാരെ. കാരണം അവിടെ മരത്തിന് തീയും കാരണം ഒന്നും പിടിച്ചിട്ടില്ല. മിത്ത് പറയുന്ന പോലെ മിത്ത് ഈസ് ബസ്റ്റഡ്. അപ്പോൾ മച്ചമാരെ, അപ്പം നമ്മുടെ ലിസ്റ്റിലത്തെ രണ്ടാമത്തെ മിത്ത് പറയുന്നത് നമ്മുടെ ആ ഒരു ഗോസ്റ്റ് റൈഡർ ബൈക്കില്ല മച്ചമാരെ. ആ ഒരു ഗോസ്റ്റ് റൈഡർ ബൈക്ക് ഒരു പുഴയിൽ ഒരു വെള്ളത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു ഗോസ്റ്റ് റൈഡർ ബൈക്കിന് തീ വരത്തില്ലെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്തു മച്ചമാരെ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ വെള്ളത്തിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗോസ്റ്റ് റൈഡർ ബൈക്കിന് ഒടുക്കത്തെ തീയൊക്കെ തന്നെ ആണ് മച്ചാനെ. നമുക്കൊന്ന് ജസ്റ്റ് വെള്ളത്തിലേക്ക് ഇറക്കി നോക്കാം. മച്ചാനെ തീ വരുന്നില്ല, മച്ചാനെ തീ വരുന്നില്ല. മിത്ത് ഈസ് കൺഫേംഡ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മിത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. സോ നമ്മുടെ കുതിരേനെയും പിന്നെ ഏതെങ്കിലും ഒരു ബൈക്കിനെയും അടുത്ത് വെച്ചിട്ട് രണ്ടിൻ്റെ ബട്ടൺ ഒരുമിച്ച് വരുമ്പം നമ്മൾ അപ്പം കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവിസിബിൾ ബൈക്ക് ഓടിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇൻവിസിബിൾ ബൈക്ക് അല്ല, ഇൻവിസിബിൾ ക്യാരക്ടർ. അതായത് നമ്മൾ വെറും ബൈക്കിനെ മാത്രം കൺട്രോൾ ചെയ്യും, ക്യാരക്ടറിനെ നമുക്ക് കാണാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു മിത്തിൽ തന്നെ നമുക്ക് പിന്നെ ഒരു മിത്തിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനുണ്ട്. ഇതിന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഓവർവേൾഡിൻ്റെ താഴെ പോകും നമ്മുടെ ക്യാരക്ടർ എന്നാണ് ഈ ഒരു രണ്ടാമത്തെ മിത്ത് പറയുന്നത്. ഈ ഒരു മിത്തിലെ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ് മച്ചാനെ. ഓക്കെ, മൂന്നാമത്തെ മിത്ത് കൺഫേംഡ് ആണ്. കാരണം നമ്മൾ വെറും ബൈക്കിനെ മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ക്യാരക്ടറിനെ കാണാൻ പറ്റില്ല. നാലാമത്തെ മിത്ത് നോക്കാം. നമ്മൾ ഈ ഒരു ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഓവർവേൾഡിൻ്റെ താഴെ പോകുന്നതാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. 3, 2, 1 ഗോ. ഗൈസ് ഓ മാൻ, നമ്മൾ റിയലായിട്ട് ഓവർവേൾഡിൻ്റെ താഴെ പോയി. മിത്ത് ഇസ് കൺഫേംഡ്. നമ്മുടെ അഞ്ചാമത്തെ മിത്ത് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്ത മിത്തിനെ പോലെ തന്നെ ഇൻവിസിബിൾ ബൈക്ക് ഓടിക്കണം ഗൈസ്. ഇൻവിസിബിൾ ക്യാരക്ടർ ഓടിച്ച് വെറും ബൈക്ക് മാത്രം ഓടിക്കണം. സോ അത് ഓടിച്ച് MPCനെ മൊബൈലിൻ്റെ ബട്ടൺ MPCയുടെ അടുത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പം MPC സാധാരണ ബൈക്കിൻ്റെ ബാക്ക് സീറ്റിൽ ഇരിക്കാറുള്ളതാണ്. പക്ഷേ നമ്മൾ വെറും ബൈക്കായിട്ട്, അതായത് നമ്മുടെ ക്യാരക്ടറില്ല, വെറും ബൈക്കായിട്ട് MPCയുടെ അടുത്ത് പോയിട്ട് ഈ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഈ മൊബൈലിൻ്റെ ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. MPC ഫ്രണ്ട് സീറ്റില്ല, അതായത് ബൈക്കിൻ്റെ ഫ്രണ്ട് സീറ്റിലും കാരണം വന്നിരിക്കും എന്നായി പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് നോക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും MPCയുടെ അടുത്ത് പോയിട്ട് ഒന്ന് മൊബൈലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ MPC ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. 3, 2, 1 ഗോ. ഗൈസ് അപ്പം മിത്ത് ഈസ് ബസ്റ്റഡ്. കാരണം ബാക്ക് സീറ്റിൽ തന്നെയാണ് വന്നിരുന്നത്. സോ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം ഡു ലൈക്ക് ആൻഡ് ഡു സബ്സ്ക്രൈബ് വരെ അടുത്തൊരു കിണ്ണം കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതോടെ വരും. എല്ലാ മതവർക്ക് സീ യു സൂൺ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 100-110% എല്ലാ കമൻറ്റിനും റിപ്ലൈ വരും. ബൈ.